നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ രോഗബാധകളും നിപ വൈറസ് ബാധ നേരത്തെ കോവിഡൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഭരിക്കുന്നവരുടെ കുറ്റം കൊണ്ടാണോ എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാവുകയാണ്. 2021 ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നിപ വൈറസ് ബാധ കോഴിക്കോട് പ്രദേശത്ത് ഉണ്ടാവുകയും അതുപോലെ നിരവധി പേർക്ക് ഈ ഒരു വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും പലരും മരിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ മുരളീധരൻ അന്ന് നടത്തിയ ആ എരണം കെട്ടവൻ പ്രസംഗം വീണ്ടും ചർച്ചയാവുകയാണ്. എരണം കെട്ടവൻ നാട് ഭരിക്കുമ്പോൾ ഇങ്ങനെ പലതും സംഭവിക്കും എന്ന ധ്വനിയിലായിരുന്നു കെ മുരളീധരൻ അന്ന് പ്രസംഗം നടത്തിയത്. നേരത്തെയും ഇവിടെ വവ്വാലുകളും മറ്റ് പക്ഷി ജീവികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളാരും നിപയെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈറസ് ബാധകളെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. എന്നാൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള മഹാരോഗബാധകൾ ഉണ്ടാകുന്നു എന്ന തരത്തിലായിരുന്നു ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ അന്നത്തെ പ്രസംഗം. ഈ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നിറയുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ 2021 എരണം കെട്ടവൻ പ്രസംഗം ചർച്ചയാക്കി സമൂഹ മാധ്യമങ്ങളും CPM മുഖപത്രമായ ദേശാഭിമാനി രംഗത്ത് എത്തിയതാണ് ഈ ഒരു വിഷയത്തിലെ പുതിയ വാർത്ത. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജും സമൂഹ മാധ്യമത്തിൽ ഇക്കാര്യം പരാമർശിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിപയെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രസംഗം ഇന്ന് പലരും അയച്ചു തന്നു. അതിനെക്കുറിച്ച് ഇവിടെയൊന്നും എഴുതുന്നില്ല. ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്നാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാടുപിടിയും എന്നാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പരാമർശിച്ചുകൊണ്ട് കെ മുരളീധരൻ പ്രസംഗിച്ചത്. നിപ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാലുകൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നായിരുന്നു മുരളീധരന്റെ പ്രസംഗം. കെ കരുണാകരന്റെ കാലത്തെ വവ്വാലുകൾക്ക് എന്തുപറ്റി എന്ന തലക്കെട്ടോടെയാണ് ദേശാഭിമാനി ഈ ഒരു വിമർശനം മുരളീധരന് എതിരെ നടത്തിയിരിക്കുന്നത്. ശാസ്ത്രീയ ബോധമില്ലാതെ അന്ന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം പ്രസംഗിച്ച ഇന്നത്തെ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും രോഗങ്ങൾ വരുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ടോ അവരുടെ പ്രത്യേകമായ ചില കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ഇവിടെ ഇത്തരത്തിൽ വൈറസുകൾ, പുതിയ വൈറസുകളും അതുപോലെയുള്ള പുതിയ ജന്തുജന്യ രോഗങ്ങളും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ചില കടന്നുപോക്കിൽ കടന്നു വരുന്നു. കോവിഡൊക്കെ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തു വന്ന വൈറസുകളാണ്. അത്തരത്തിൽ ഉള്ള രോഗങ്ങളെ ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയും പരിശോധനകളിലൂടെ കണ്ടെത്തുകയും അവയ്ക്ക് മറുമരുന്ന് ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സ നൽകുകയുമാണ് വേണ്ടത്. ഇപ്പോൾ പഴയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആലങ്കാരികമായി സ്വാഭാവികമായി ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പോൾ ചർച്ചയാവുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും നിപയെയും അതുപോലെ ഷിഗല്ല വൈറസിനെയും ഒക്കെ തന്നെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴുമുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇത്തരം രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ, ഇത്തരം രോഗങ്ങൾ വന്നവരെ കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കുകയുള്ളൂ. പഴയ കാര്യങ്ങൾ എടുത്ത് കുത്തിപ്പൊക്കി അലക്കിയതുകൊണ്ട് കാര്യമില്ല. പരിഹാരം കാണുകയാണ് വേണ്ടത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അന്ന് അദ്ദേഹം അത് പറഞ്ഞു എങ്കിൽ ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നു എന്ന ആ ഒരു സമാനത ഈ സംഭവങ്ങൾക്ക് ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം.